എല്ലാ കൂട്ടുകാർക്കും ഏറ്റുമാനൂരപ്പൻ ഭക്തൻ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ നമിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ വീഡിയോ തുടങ്ങുന്നു. ആദ്യമേ പറയട്ടെ, ഈ ചാനലിൻ്റെ ഉദ്ദേശം നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സംസ്കാരത്തെപ്പറ്റിയും ഹിന്ദുമതത്തെപ്പറ്റിയും നല്ല അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് നമുക്കും നമ്മുടെ കുട്ടികൾക്കും മറുപടി പറയാൻ സാധിക്കണം. അതുകൊണ്ട് പരമാവധി ഈ ചാനൽ നമ്മുടെ ഓരോ വിശ്വാസികളായ ഹിന്ദുക്കളിലും ദയവായി എത്തിക്കണം. നമ്മുടെ സംസ്കാരം നമ്മൾ അറിയാതെ പോയാൽ മറ്റുള്ളവർ അത് നമ്മളെ പഠിപ്പിക്കും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് അവതരിപ്പിക്കുന്ന ഈ വീഡിയോ മഹാദേവന്റെ ദേഹത്തോട് ബന്ധപ്പെട്ട 8 നാഗങ്ങളിൽ ആദ്യത്തെ 3 നാഗങ്ങളെക്കുറിച്ചാണ്. മഹാദേവന്റെ മഹത്വം പറയാൻ ഒരു ആയുസ് പോലും മതിയാകില്ല. അത്രയേറെ ആഴമുള്ളതാണ് ശിവതത്വം. വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, ഈ പേരുകൾ പലർക്കും പരിചിതമായിരിക്കാം. എന്നാൽ അവർ യഥാർത്ഥത്തിൽ ആരാണ്? മഹാദേവനുമായി അവർക്കുള്ള ബന്ധമെന്താണ്? നാഗലോകത്തിൽ അവരുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ പലർക്കും അറിയാൻ സാധ്യതയില്ല. സർപ്പലോകം ആരാണ് നിയന്ത്രിക്കുന്നത്? ഈ വീഡിയോയിൽ അവയെല്ലാം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. നാഗങ്ങളെയും സർപ്പങ്ങളെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വാസുകി എപ്പോഴും മഹാദേവന്റെ സമീപത്തുള്ളതിനാൽ സർപ്പലോകം ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന വിഷയവും ഉൾപ്പെടുത്തി പിന്നീട് മറ്റൊരു വീഡിയോ കൂടി തയ്യാറാക്കുന്നതായിരിക്കും. മഹാദേവനെക്കുറിച്ചുള്ള ഇനിയും നിരവധി ഭാഗങ്ങൾ ഉടൻ വരും. ദയവായി അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. മുൻപ് വന്ന വീഡിയോകൾ കാണാത്തവർക്ക് അവയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മഹാദേവനും നാഗങ്ങളും. ചരിത്രത്തിൽ പണ്ട് നാഗങ്ങളെ വെറുക്കപ്പെട്ടവരായി കരുതിയിരുന്നു. അവർക്ക് ഭൂമിയിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. അതിന് കാരണം കദ്രുവിന് വേണ്ടി ചില നാഗങ്ങൾ ഇന്ദ്രന്റെ വെളുത്ത കുതിരയുടെ വവാലിൽ തൂങ്ങിക്കിടന്ന് കള്ളത്തരം കാണിച്ചതായിരുന്നു. കദ്രുവിന്റെ ശാപം. എന്നാൽ വാസുകിയെ തുടങ്ങി നല്ല നാഗങ്ങൾ ഒരിക്കലും ആ ചതിക്ക് കൂട്ടുനിന്നിരുന്നില്ല. എന്നിരുന്നാലും കദ്രുവിന്റെ ശാപം മൂലം മറ്റു നാഗങ്ങൾ ചെയ്ത തെറ്റിന് ഇവർക്കും പഴി കേൾക്കേണ്ടി വന്നു. എന്തുകൊണ്ട് മഹാദേവൻ? ഇവിടെയാണ് മഹാദേവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു പറഞ്ഞു, നിങ്ങളുടെ സ്ഥാനം എൻ്റെ ശരീരത്തിലാണ്. മറ്റുള്ളവർ മാറി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ഞാൻ എൻ്റെ ശരീരത്തിൽ സ്ഥാനം നൽകിയിരിക്കുന്നു. മഹാദേവന്റെ കരുതൽ. ഒരാൾ ചെയ്തിട്ടില്ലാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടാൻ മഹാദേവൻ ഒരിക്കലും അനുവദിക്കില്ല. ഗരുഡനും മറ്റ് ദേവന്മാരും നാഗങ്ങളെ പിന്തുണച്ചിരുന്നെങ്കിലും അവർ ഭൂമിയിലേക്ക് വന്നാൽ ശിക്ഷിക്കണമെന്ന തീരുമാനവുമുണ്ടായിരുന്നു. ആരും ഒറ്റക്കല്ല, മഹാദേവന്റെ കരുണ നിനക്കുണ്ട്. ഇവർക്കു വേണ്ടി സംസാരിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരാളെയും ഒറ്റയാക്കാൻ മഹാദേവൻ അനുവദിക്കില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ഇനി നമുക്ക് ഏതെല്ലാം നാഗങ്ങളാണ് മഹാദേവന്റെ ശരീരത്തിലുള്ളതെന്നും അവ ഏതെല്ലാം സ്ഥാനങ്ങളിലാണെന്നും വിശദമായി നോക്കാം. മഹാദേവന്റെ നാഗാഭരണങ്ങൾ. പരമശിവൻ നാഗഭൂഷണൻ എന്നാണ് അറിയപ്പെടുന്നത്. വിഷമുള്ള പാമ്പുകളെ ആഭരണമാക്കിയതിലൂടെ ഭയത്തെയും മൃഗീയ വാസനകളെയും കീഴടക്കിയ ദേവനായാണ് ശിവൻ വാഴ്ത്തപ്പെടുന്നത്. ശിവശരീരത്തിലെ 8 പ്രധാന നാഗങ്ങളെയും അവയുടെ വിശേഷണങ്ങളെയും താഴെ കാണാം. വാസുകി. കഴുത്തിൽ മാലയായി സ്ഥാനം. കഴുത്തിൽ മാലയായി സർപ്പലോകത്തെ രാജാവാണ് വാസുകി. പ്രത്യേകത: സമുദ്രമഥന സമയത്ത് മന്ദരപർവ്വതത്തെ ചുറ്റാനുള്ള കയറായി പ്രവർത്തിച്ചത് വാസുകിയാണ്. സ്വർണ്ണ നിറത്തിലുള്ള പടത്തോടുകൂടിയ വാസുകി തേജസ്സിൻ്റെയും രാജകീയ പ്രൗഢിയുടെയും പ്രതീകമാണ്. വാസുകിയെ അലങ്കാരമായി ധരിക്കുന്ന ശിവൻ വിഷം പോലും അലങ്കാരമാക്കുന്നത്ര ആത്മനിയന്ത്രണവും ഇന്ദ്രിയജയവും നേടിയിരിക്കുന്നതിനെ പ്രതിനിധീകരിക്കുന്നു. പ്രധാന കടമകൾ: സർപ്പലോകത്തിൻ്റെ സംരക്ഷണം. സർപ്പലോകത്തിൻ്റെ ക്രമവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക. നാഗകുലത്തിൻ്റെ നേതൃത്വം എല്ലാ നാഗങ്ങളെയും നയിക്കുക. ധർമ്മപാതയിൽ നിലനിർത്തുക. ദേവകാര്യങ്ങളിൽ പങ്കാളിത്തം. ക്ഷീരസമുദ്ര മഥനത്തിൽ ദേവന്മാരും അസുരന്മാരും ഉപയോഗിച്ച മഥനരശ്മിയായി വാസുകി സേവനമനുഷ്ഠിച്ചു. ഇതവന്റെ ത്യാഗവും സേവാഭാവവും സൂചിപ്പിക്കുന്നു. ശിവഭക്തി. വാസുകി മഹാദേവന്റെ പരമഭക്തനാണ്. ശിവൻ വാസുകിയെ കഴുത്തിൽ ധരിക്കുന്നത് വാസുകിയുടെ ഭക്തിയും ആത്മസമർപ്പണവും പ്രതീകീകരിക്കുന്നു. ധർമ്മസംരക്ഷണം. നാഗലോകത്തിൽ അധർമ്മം ഉയരുമ്പോൾ അത് തടയുക. വാസുകിയെയും ഗരുഡനെയും കുറിച്ചുള്ള മറ്റൊരു വീഡിയോ
പിന്നീട് അവതരിപ്പിക്കുന്നതാണ്. ആ വീഡിയോയിൽ ഗരുഡന്റെ അഹങ്കാരം എങ്ങനെ തീർത്തു, ലങ്ക ഉണ്ടായ കഥ, കൂടാതെ വായുഭഗവാനും വാസുകിയും തമ്മിലുള്ള മത്സരം എന്നിവയെല്ലാം ഉൾപ്പെടുത്തി വിശദമായി പ്രതിപാദിക്കുന്നതാണ്. തക്ഷകൻ അരക്കെട്ടിൽ അരഞ്ഞാണമായി സ്ഥാനം. അരക്കെട്ടിൽ അരഞ്ഞാണമായി നാഗലോകത്തെ അതിശക്തനായ ഒരു ഭരണാധികാരിയാണ് തക്ഷകൻ. ശക്തിയുടെയും ക്രോധത്തിൻ്റെയും പ്രതീകമായ തക്ഷകനെ കടും ചുവപ്പ് നിറത്തിലാണ് സങ്കല്പിച്ചിരിക്കുന്നത്. പ്രത്യേകത: മഹാഭാരതത്തിൽ പരീക്ഷിത് രാജാവിൻ്റെ മരണത്തിന് കാരണക്കാരനായ നാഗമാണിത്. ശിവൻ തക്ഷകനെ അരയിൽ ധരിച്ചിരിക്കുന്നത് തൻ്റെ ഇന്ദ്രിയങ്ങളെയും കാമക്രോധങ്ങളെയും പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുന്നു എന്ന് കാണിക്കാനാണ്. പ്രധാന കടമകൾ: നാഗകുലത്തിൻ്റെ സംരക്ഷണം, ഖണ്ഡവവനത്തിലെ നാഗങ്ങളുടെ ജീവനും അഭിമാനവും കാക്കുക, നാഗകുലനാശത്തിന് എതിരായി നിലകൊള്ളുന്ന രക്ഷാശക്തി, അധർമ്മത്തിന് ദൈവീക പ്രതികാരശിക്ഷ, നാഗകുലനാശത്തിനും അധർമ്മത്തിനും കാരണമായ പ്രവൃത്തികൾക്ക് ശിക്ഷ നൽകുക. ഈ ശിക്ഷ സ്വകാര്യ ക്രോധത്തിൽ നിന്നല്ല, മഹാകാളിയുടെയും ശിവന്റെയും ഇച്ഛപ്രകാരം നടപ്പിലാകുന്ന ദൈവീക നീതിയാണ്. തെറ്റുകൾ ശരിയാക്കുന്ന ശിക്ഷാശക്തി, അഹങ്കാരവും അധർമ്മവും ശിക്ഷയിലൂടെ ശുദ്ധീകരിക്കുക, തെറ്റ് തിരിച്ചറിയാൻ മനുഷ്യനെ നിർബന്ധിതനാക്കുന്ന ശക്തി. കർമ്മഫലത്തിൻ്റെ നിർവാഹകൻ രാജാവായാലും സാധാരണ മനുഷ്യനായാലും കർമ്മഫലം ഒഴിവാക്കാനാവില്ല എന്ന സത്യത്തിൻ്റെ ദൃഢസ്മരണ. മഹാകാളിയുടെയും ശിവന്റെയും ആജ്ഞപ്രകാരം കർമ്മഫലം നടപ്പിലാക്കുന്നു. ഭയത്തിലൂടെ ബോധോദയം നൽകുന്ന ദൈവീക ദൂതൻ. തക്ഷകൻ സൃഷ്ടിക്കുന്ന ഭയം മനുഷ്യനെ ധർമ്മത്തിലേക്കും വിനയത്തിലേക്കും നയിക്കുന്ന ഉപാധിയാണ്. കാർക്കോടകൻ മാറിൽ രണ്ടാമത്തെ ഹാരമായി സ്ഥാനം. മാറിൽ രണ്ടാമത്തെ ഹാരമായി കാർക്കോടകൻ നാഗലോകത്തിലെ ശക്തിയേറിയ നാഗരാജാവാണ്. അദ്ദേഹം ദുഷ്ടനല്ല, എന്നാൽ കഠിനമായ ധർമ്മശക്തിയുടെ പ്രതിനിധിയാണ്. പ്രത്യേകത: നളചരിതത്വത്തിൽ നളമഹാരാജാവിനെ സഹായിച്ച നാഗമാണിത്. വഞ്ചനയെയും മായയെയും അടക്കി ഭരിക്കുന്നവനാണ് താനെന്ന് ശിവൻ ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിവൻ കാർക്കോടകനെ കഴുത്തിൽ ധരിക്കുന്നത് ഭീകരതയും വിഷവും വാസനകളും പോലും അലങ്കാരമാക്കുന്ന പരമശിവന്റെ അനന്തമായ ആത്മസാമർഥ്യത്തിൻ്റെയും ഇന്ദ്രിയജയത്തിൻ്റെയും പ്രതീകമാണ്. കർക്കോടകന്റെ പ്രധാന കടമകൾ: ധർമ്മസംരക്ഷണത്തിനുള്ള ശിക്ഷാവഹനം, അധർമ്മത്തിലേർപ്പെടുന്നവരെ ശിക്ഷിക്കാൻ നിയുക്തനായ നാഗമായി കർക്കോടകൻ പ്രത്യക്ഷപ്പെടുന്നു. നളചരിതത്തിൽ നളനെ ശപിച്ച നാഗമായി അവൻ വരുന്നു. അത് ധർമ്മപദത്തിലേക്ക് നയിക്കുന്ന ശിക്ഷയാണ്. വിഷശക്തിയുടെ നിയന്ത്രിത ഉപയോഗം കർക്കോടകന്റെ വിഷം നാശത്തിനായി മാത്രമല്ല, അഹങ്കാരഭംഗത്തിനും കർമ്മഫലസ്മരണക്കും വേണ്ടി ഉപയോഗിക്കുന്നു. നാഗലോകത്തിന്റെ ശക്തിരക്ഷ, നാഗലോകത്തിന്റെ ഭീകര സംരക്ഷകനായുള്ള പങ്ക്, അനാവശ്യ അധിനിവേശങ്ങളിൽ നിന്ന് നാഗകുലത്തെ കാക്കൽ. ദൈവീക നിർദ്ദേശങ്ങളുടെ നിർവഹണം ദേവന്മാരുടെ അല്ലെങ്കിൽ ഈശ്വരന്റെ ഇച്ഛാനുസരണം പ്രവർത്തിക്കുന്ന ഉപശക്തിയായി കാണപ്പെടുന്നു. ശിവതത്വവുമായി ബന്ധിപ്പിക്കുമ്പോൾ സംഹാരശക്തിയുടെ നിയന്ത്രിത രൂപം. കർമ്മശുദ്ധിയിലേക്കുള്ള നയനം, കഷ്ടതയിലൂടെ ആത്മശുദ്ധിയിലേക്ക് നയിക്കുക, ശിക്ഷ തന്നെ അനുഗ്രഹമാകുന്ന ആശയം. സാരോപദേശം: ഭക്തൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, മഹാദേവൻ എൻ്റെ മുഴുവൻ ഉള്ളടക്കം കാണുന്നു, മനസ്സിലും ഹൃദയത്തിലുമെല്ലാം അറിഞ്ഞിരിക്കുന്നു. എനിക്ക് കൂടുതൽ അറിവ് ആവശ്യമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ സമ്പൂർണതയിലേക്കുള്ള വഴി. ഒരു നിമിഷം മഹാദേവനെ സ്മരിച്ചുകൊണ്ട് ഓം നമഃശിവായ 3 തവണ മന്ത്രിക്കുക. മനസ്സ് ശാന്തമാകട്ടെ, ചിന്തകൾ നിലയ്ക്കട്ടെ. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള പത്മൻ, മഹാപത്മൻ, ശംഖപാലൻ, കുലികൻ, ഐരാവതൻ എന്നിവരെപ്പറ്റി വിശദീകരിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാ പിന്തുണക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും ഏറ്റുമാനൂരപ്പൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഏറ്റുമാനൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു.